ലെസ്ലി. ഞാൻ ലവ്ലി. ഇന്ന് ലവ്ലി നമ്മൾ ഉണ്ടാക്കണേ നല്ല വ്യത്യസ്തമായി വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലേറ്റ് തയ്യാറാക്കുന്നത്. ആണോ? അതിനകത്ത് എന്നാ വ്യത്യസ്തത തന്നെ? തക്കാളി ചേർത്ത ഇന്നത്തെ ഓംലേറ്റ്. തക്കാളി ചേർത്തുള്ള തക്കാളി ചേർത്ത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? കൂട്ടിയിട്ടില്ല. ഉണ്ടാക്കി നോക്കണം. അപ്പം തക്കാളി ചേർത്ത് നല്ലൊരു അടിപൊളി ഓംലേറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? മുട്ടയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, അതുപോലെ തക്കാളി ഉണ്ട്, ബട്ടർ ഉണ്ട്. തക്കാളി നമ്മൾ എന്നാ ചെയ്യും? തക്കാളി നമുക്ക് മുറിച്ചതൊക്കെ കാണിച്ചു തരാം. തക്കാളി നമ്മൾ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. ഇനി തക്കാളി ഓംലേറ്റ് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ തക്കാളി മുറിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. റൗണ്ടായിട്ട് മുറിച്ച് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം തക്കാളി മുറിച്ചെടുക്കാം അല്ലേ? ഇപ്പോൾ 2 തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കനം കുറച്ച് റൗണ്ടായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണോ കൂടുതൽ ടേസ്റ്റ്? ഇനി ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടറായില്ലേ? നമുക്ക് മെൽറ്റായി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി തൂളി കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. തക്കാളി ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് അടിച്ച് വെക്കണം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാൻ 6 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അല്പം ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഏകദേശം ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്കിത് ഈ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഉണ്ട്. അതും കൂടെ നമുക്ക് ആ മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ കൂട്ടി കഴിച്ചു നോക്ക്. അടിപൊളി ടേസ്റ്റാ. ക്യാപ്സിക്കം തക്കാളി എല്ലാം ബട്ടറിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സൂപ്പറാട്ടോ. ഒരു 1 1/2 ഓംലെറ്റാ.
അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണിയൊക്കെ വിട്ട് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് വീട്ടിലൊരു മുട്ടയും ചിലപ്പോൾ ആവും, ഒരു തക്കാളിയുടെ പകുതിയാണേലും മതി. അപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിച്ചതിൻ്റെ അതോട് ചേർത്തങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ ചൂട് കാപ്പിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാ അല്ലേ. പിന്നെ വേറെ വേണ്ടല്ലോ. വേണ്ട. അപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് രാവിലെ പോലും ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വേഗം മറ്റേ മുട്ട പൊരിക്കുന്ന ഒരു സമയം തന്നെ മതി. ഇതിനകത്ത് തക്കാളി ഒന്ന് ഫ്രൈ ആയി കിട്ടണമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒരുപാട് ഡ്രൈ ഒന്നും ആവണ്ട. അടിപൊളിയാണ്. ക്യാപ്സിക്കം ചേർത്ത് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ ആകെപ്പാടെ മൊത്തം ഒരു ടേസ്റ്റ് തന്നെയാന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ലൊരു സൂപ്പർ വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.